അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നമുക്കിനി മറുത്തൊന്നും ആലോചിക്കേണ്ട മുരളി. രാവിലെ നീയായിട്ട് മാളുവിനെ അനുനയിപ്പിച്ച് പൂജയ്ക്ക് സമ്മതിപ്പിക്കുക. എന്റെ ഗണപതി ഭഗവാനെ, വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം മംഗളമാക്കി തരണേ. അമ്മ, നമ്മളറിയാതെ അച്ഛൻ ഡോക്ടർ സൈമണെ കണ്ട് സംസാരിച്ചിരുന്നു അല്ലേ? അച്ഛനത് എന്നോടും പറഞ്ഞിരുന്നപ്പോ. എന്നിട്ടും അതിൽ വിശ്വാസം ഇല്ലാതിരുന്നിട്ടാണോ അമ്മ ഇന്ന് വീണ്ടും അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് എന്നെ വീണ്ടും അവിടേക്ക് കൊണ്ടുപോയത്? അന്ന് മാളുവിനോടും എന്നോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാവും ഡോക്ടർ VPയോടും ഇന്ന് അമ്മയോടും പറഞ്ഞിട്ടുണ്ടാവുക. പറഞ്ഞ് പാവം ഡോക്ടർക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അമ്മയ്ക്ക് നേരിട്ട് ബോധ്യായില്ലേ? അതോ ഇനി മറ്റാരോടെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മ ഇതുപോലെ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തോ, ഒപ്പം വരാൻ ഞാൻ റെഡിയാണ്. ബട്ട് വൺ കണ്ടീഷൻ: എന്നെ കൗൺസിലിംഗ് നടത്തി ഒരു സുന്ദരിക്കുട്ടിയാക്കി കയ്യിൽ തരാമെന്ന ആരുടെയും പ്രലോഭനത്തിൽ അമ്മ വീണു പോരുത്. കാരണം അതൊരു വെറും വാഗ്ദാനം മാത്രമായിരിക്കും എന്നുള്ളതാ സത്യം. മാറില്ലമ്മ. ഒന്നല്ല 1000 കൗൺസിലിങ്ങിന് വിധേയമായാലും എന്റെ മനസ്സിന് മാറാൻ പോകുന്നില്ലമ്മേ. അതങ്ങനെയാണ്. അമ്മയ്ക്കത് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോ നിന്റെ മനസ്സ് ഏറെക്കുറെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നീ ഇങ്ങനെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെന്റെ കുറ്റമല്ലമ്മേ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ളതിന്റെ കാരണം തേടിപ്പോയാ നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല. ഇനി അതിന് കാരണക്കാരായവരെ കണ്ടെത്തിയേ അടങ്ങുന്നാണെങ്കിൽ ജന്മം തന്നവരെ തന്നെ എത്തിച്ചേരേണ്ടി വരും. ഇനി അമ്മ പറയാം, ഞാൻ ഇങ്ങനെയായതിൽ എന്റെ റോൾ എന്താണെന്ന്. എനിക്ക് ജന്മം കൊണ്ട് കിട്ടിയ എന്റെ ഐഡന്റിറ്റിയുമായി മുന്നോട്ട് ജീവിക്കാനാവുന്നില്ല. അത് എന്റെ തെറ്റല്ലല്ലോ. അപ്പോ എനിക്കിഷ്ടമുള്ള, ആഗ്രഹമുള്ളൊരു ജെൻഡർ തിരഞ്ഞെടുക്കുന്നതിൽ എന്താ അമ്മ തെറ്റ്? ഞാൻ ആഗ്രഹിക്കുന്നത് ന്യായമല്ലാത്തൊരു കാര്യമാണെന്ന് ഇനിയും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അപ്പോ, മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ഒപ്പം തന്നെയാണ്. പക്ഷേ മനസ്സുകൊണ്ട് മാത്രം ഒപ്പം നിന്നതുകൊണ്ടായില്ലല്ലോ അമ്മേ. ഈ ലോകത്ത് ആദ്യമായി ജെൻഡർ ക്രൈസിസ് നേരിടുന്ന ഒരാളല്ല ഞാൻ. എന്നെപ്പോലെ ഇത്തരം ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അവരൊക്കെ സ്വന്തം വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് ക്രൂരായ പീഡനങ്ങളാണ്. നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും പരിഹാസങ്ങളും ഓർത്ത് സ്വന്തം മനസ്സിനെ അടക്കി നിർത്താൻ പറ്റാതെ പരാജയം സമ്മതിച്ച് ആത്മഹത്യ ചെയ്ത എത്ര പേരുടെ കഥകൾ എനിക്കറിയാം. അവരിൽ ഒരാളായി എന്നെ കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോ അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല ഞാൻ. എല്ലാം ബോധ്യമായിട്ടും ഇങ്ങനെ ഒളിവ് ജീവിതം തുടരാൻ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാണുമ്പോ അറിയാതെ ചോദിച്ചു പോയത്. മനസ്സിലുള്ള ഒരാഗ്രഹം ഞാൻ അമ്മയോട് പറയട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമുള്ള ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതിന് വീട്ടുകാരുടെ കൊടിയ ഉപദ്രവം സഹിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരില്ലേ? അവർക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല കാര്യം ചെയ്ത് മാതൃകയായിക്കൂടെ? എന്താ അപ്പോ നീ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുറ്റമോ രോഗമോ അല്ലെന്നും അത് ആ വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നും അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടതെന്നും എന്റെ ജീവിതത്തിലൂടെ, അല്ല നമ്മുടെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിനോട് ഉറക്കെ വിളിച്ചു പറയാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും കഴിയോ? അച്ഛനെ പോലൊരാൾക്ക് അതിന് കഴിഞ്ഞാ, അമ്മ അതിനൊപ്പം നിന്നാ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. എന്നെപ്പോലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അത് എത്ര ആശ്വാസമായിരിക്കും എന്നറിയോ? സ്വന്തം കുടുംബത്ത് എന്നെ പോലുള്ളവർക്ക് മാന്യവും സുരക്ഷിതവുമായൊരു സ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ സൊസൈറ്റിയും ഞങ്ങൾ അംഗീകരിക്കും. ആരുടെയും കുത്തുവാക്കുകളോ പരിഹാസമോ ഇല്ലാതെ അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്കും ജീവിക്കാനാകും. അതിന് എന്റെ അച്ഛനും അമ്മയും ഒരു നിമിത്തമായ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. എന്താ അമ്മ, അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു?
ഒരു സാധ്യതയില്ലല്ലേ? എനിക്കറിയാം, വെറുതെ ഒരു മോഹം പറഞ്ഞതേ ഉള്ളൂ. ദീപിക്ക് ദീപിയുടെ ഇമേജ് വിട്ട് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ലല്ലോ. അമ്മ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനും അമ്മയും ദീപിക്ക് മുന്നിൽ ഈ ഒളിച്ചുകൾ ഇങ്ങനെ തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും അച്ഛൻ എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് അപ്പോ ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. ആ ശ്രമം വെറുതെ ആവലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നീ എനിക്ക് കുറച്ച് സാവകാശം താപ്പൂ. ഒന്നാലോചിച്ചാ നമ്മൾ 3 പേരും ഒരു മൂഢ സ്വർഗത്തിലാണ്, അല്ലേ അമ്മ? ഞാൻ പെണ്ണായി തന്നെ ജീവിക്കുന്ന അച്ഛനും അച്ഛൻ്റെ മനസ്സ് മാറുന്ന അമ്മയും, അമ്മയും അച്ഛനും എന്നെ സ്വീകരിക്കുമെന്ന് ഞാനും. ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത ഒരു ഇമാജിനറി ട്രയാങ്കിളിന്റെ 3 മൂലയിലിരുന്ന് സ്വപ്നം കാണുന്ന 3 പേർ. മൂഢസ്വർഗത്തിലെ സ്വപ്നജീവികൾ തന്നെയാ നമ്മള്, അല്ലമ്മ? മതിയപ്പൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എൻ്റെ മനസ്സ് തളർത്തരുത്. എല്ലാം ശരിയാവും എന്ന് തന്നെ എൻ്റെ വിശ്വാസവും. വാ അപ്പൂ, നമുക്ക് പോവാം. നേരെ ഒരുപാടായി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പൂ. നീ ഓക്കെ ആണെന്ന് ഞാൻ അച്ഛനോട് പറയൂ. വാ. എന്താ ലേറ്റ് ആയത്? ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചു. അത് ശരി. അപ്പൊ അമ്മയും മോളും കൂടി ഡോക്ടറെ കാണാനെന്നുള്ള വ്യാജനെ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയതല്ലേ? ഡോക്ടറെ കണ്ടില്ലെന്ന് ബിപിയോട് ആരാ പറഞ്ഞേ? അല്ല, ഡോക്ടറെ കാണാൻ പോയതിന്റെ വിശേഷമൊന്നും അറിയണ്ടേ ബിപിക്ക്? അതിപ്പോ നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? പറയടോ. ബിപി, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ബിപിയുടെ മോള് തിരിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ ഒരു കുഴപ്പവും ഇല്ല. ഈ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടി മാത്രം. അപ്പോ മോളെ, അമ്മ പറഞ്ഞ സത്യമാണോ? എനിക്ക് അച്ഛനത് വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം. നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ പെണ്ണായി തന്നെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം അച്ഛാ. താങ്ക് യു അപ്പോ, താങ്ക് യു സോ മച്ച്. അച്ഛൻ ഒരുപാട് സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു പെണ്ണായി ജീവിക്കാൻ ശ്രമിക്കുമെന്ന്? ശ്രമിച്ചാൽ പോരാ, നോക്കത് സാധിക്കണം. മനസ്സുണ്ടായാൽ മതി. നിന്നെ കൊണ്ടത് വളരെ ഈസിയായി സാധിക്കും അപ്പൂ, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു മറുപടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ മോക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കരുതിയിരുന്നു ഞാൻ. ദാ, ഇതെന്റെ അപ്പൂട്ടിക്ക്. ആഹാ, അപ്പൊ ഗിഫ്റ്റ് അവൾക്ക് മാത്രമേ ഉള്ളൂ? എന്താ അപ്പോ അച്ഛൻ്റെ വക സമ്മാനം? അത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സാ. മോള് പോയി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. അച്ഛൻ ഈ വേഷത്തിൽ നിന്നെ ഒന്ന് കാണട്ടെ. ഇപ്പൊ വേണോ അച്ഛാ?
ഞാൻ പിന്നെ ഇട്ടോളാം. ഏയ് അത് പറ്റില്ല. ഈ ഡ്രസ്സിൽ ഏറ്റവും അടുത്ത നിമിഷം എനിക്ക് എൻ്റെ മോളെ കാണണം. അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ? ചെല്ല്, ഞാനൊന്ന് കാണട്ടെ. പോയിട്ടോ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗീത. തല്ലിക്കൊന്നാലും തന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് വാശി പിടിച്ച് നിന്നവളെ എത്ര പെട്ടെന്നാണ്, എത്ര സിമ്പിളായിട്ടാണ് താൻ മാറ്റിയെടുത്തത്. എന്ത് മാജിക്കാണോ താൻ അവളിൽ പ്രയോഗിച്ചത്? ശരിക്കും മാജിക് തന്നെയാ വി പി. ഒരു വീടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, അതിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പെറ്റമ്മയുടെ കൺകെട്ടി വിദ്യ. യെസ്, ഞാനും അത് അംഗീകരിക്കുന്നു. വി പി എന്ന അച്ഛനും അധ്യാപകനും മോട്ടിവേറ്റർ തോറ്റുപോയെടുത്താണ് ഗീതാലക്ഷ്മി എന്ന പെറ്റമ്മയും വീട്ടമ്മയും വിജയിച്ചിരിക്കുന്നത്. റിയലി യു ആർ എ ഗ്രേറ്റ് മദർ. താൻ രക്ഷിച്ചത് അപ്പുവിനെ മാത്രമല്ലടോ, എന്നെയും നമ്മുടെ ഈ വീടിനെയും കൂടിയാണ്. ഹാറ്റ്സ് ഓഫ് യു ഗീത. റിയലി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. മതി പ്രശംസിച്ചത്. നോ, എത്ര പ്രശംസിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ലടോ. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ് താൻ ചെയ്തത്. അതിന് തനിക്ക് എൻ്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ വി പി? അത് പറയാം, അപ്പൊ കൂടി ഒന്ന് വന്നോട്ടെ. ആഹാ, ഇപ്പൊ എന്റെ അപ്പുകുട്ടി എന്ത് സുന്ദരിയായിരിക്കുന്നു. നോക്കൂ ഗീത, ദേ ഇങ്ങനെയുള്ള ഡ്രസ്സാണ് നിനക്ക് ശരിക്കും ഇണങ്ങുന്നത് അല്ലേ? അച്ഛൻ്റെ ഈ സമ്മാനം ഒക്കെ ഇഷ്ടായോ? ഇഷ്ടായി. ഇനി എന്താ വി പി പറയാനുണ്ടെന്ന് പറഞ്ഞ സർപ്രൈസ്? അതുകൂടെ കേക്കട്ടെ. ഇനി അത് പറയാം. കേട്ടോ മോളെ, ഞങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ സ്ഥിരം പറഞ്ഞു കൊടുക്കുന്നൊരു ടിപ്പുണ്ട്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് സ്ഥിരമായൊരു സ്ഥലത്ത് നിന്ന് നെഗറ്റീവ് വൈബ്സ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കുക. മറ്റൊരിടത്ത് കുറച്ച് നാൾ ചെലവഴിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുക. അങ്ങനെ ചെയ്താൽ ആ സ്ഥലത്തുണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയും അവിടുന്ന് നമുക്ക് കിട്ടിയ നെഗറ്റീവ് എനർജിയും ക്യാൻസലായി പോകത്രേ. ഈ കഥയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. എങ്കിലും മനസ്സിൽ പോസിറ്റീവ് വൈബ്സ് നിറയ്ക്കാനുള്ള ഒരു ഉപായം. ഈ കഥയ്ക്ക് ഇപ്പൊ ഇവിടെ എന്താ പ്രസക്തി? പ്രസക്തിയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിക്കാൻ പോവുക. എന്നുവെച്ചാ വി പി എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. അതായത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്യോ? എവിടേക്ക്? വി പി തമാശ പറയാ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി പോസ്റ്റ് ഓഫീസ് റോഡിൽ ഒരു NRIയുടെ വീടുണ്ട്. ഫുൾ ഫർണിഷ്ഡ് ആണ്. അയാളത് ഡെയിലി റെന്റിനും മന്ത്ലി റെന്റിനും ഒക്കെ കൊടുക്കുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ഫ്രാൻസിസിന്റെ പരിചയക്കാരനാ ഈ ഹൗസ് ഓണർ. ഞാനൊരു മാസത്തേക്ക് ആ വീട് അങ്ങ് റെന്റിനെടുത്തു. വാടകയ്ക്ക് എടുത്തോ? എന്തിന്? നമ്മൾ 3 പേർക്കും താമസിക്കാൻ, അല്ലാതെ എന്തിനാ? വി പി എന്തൊക്കെയാ പറയുന്നേ? നമ്മളെന്തിനാ ഈ വീടും പൂട്ടിയിട്ട് അവിടെ പോയി താമസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗീത, കുറച്ചു കാലമായി ഇവിടെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് മാറുന്നു. കുറച്ചു നാൾ അവിടെ പോയി താമസിക്കുന്നു. അവിടെ പോയ കാര്യങ്ങളെല്ലാം നേരെയാവുന്ന അച്ഛനെന്താ ഇത്ര ഉറപ്പ്? ഏയ്, അങ്ങനെ ഉറപ്പൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വി പി? എന്തിനാ വെറുതെ ഒരു ഷിഫ്റ്റിംഗ്? വെറുതെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്നേ. പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ എല്ലാവരും ഒന്ന് ഫീൽ ഫ്രഷ് ആവുമല്ലോ.
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അപ്പു, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈ വേഷം കെട്ടൽ മതിയാക്കണമെന്ന്. എന്നിട്ടും ആർക്ക് വേണ്ടിയാ നീ വീണ്ടും വീണ്ടും നിന്റെ ഐഡന്റിറ്റി എങ്ങനെ അപമാനിക്കുന്നത്? നീ നിന്റെ സ്വത്വം എന്താണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തി കഴിഞ്ഞതാണ് അപ്പു. പിന്നെ എന്തിനാ നിന്റെ ആത്മബോധത്തെയും വ്യക്തിത്വത്തെയും സ്വയം എങ്ങനെ അപഹസിക്കുന്നത്? അതോ നിന്റെ അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നീയും സ്വയം ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിലും ഭേദം നീ ഇല്ലാതാവുന്നത് തന്നെ. നോ, നെവർ. എനിക്കൊരു മടങ്ങിപ്പോക്ക് വേണ്ട. എന്നെ കൊണ്ട് അതിനാവില്ല. അപ്പോ ആണാണ്, ആണായിട്ട് തന്നെ എനിക്ക് ജീവിക്കണം. മോളെ അപ്പു. നോ, വിളിക്കരുത് എന്നെ അങ്ങനെ. ഞാൻ ആരുടെയും മോളല്ല. അപ്പു അപ്പൂന്ന് മാത്രമേ അമ്മയെങ്കിലും എന്നെ വിളിക്കാവൂ. ഐ എം സോറി അപ്പു, സോറി. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ കോംപ്രമൈസിന് തയ്യാറാവുന്നത്. പക്ഷെ എന്ന് കരുതി എനിക്ക് ചേരാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത ഈ വേഷം കെട്ടലിന് എന്നെ ആരും നിർബന്ധിക്കരുത്. അറിഞ്ഞുകൊണ്ട് അച്ഛന്റെ ഇത്തരം പിടിവാശികൾക്ക് അമ്മ കൂട്ടു നിൽക്കരുത്. ഇനി എന്നെ ഇങ്ങനെ നിർബന്ധിച്ച എനിക്ക് അച്ഛനോട് സത്യം എന്താന്ന് വെളിപ്പെടുത്തേണ്ടി വരും. അപ്പു, നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എനിക്കറിയാം നിന്റെ മനസ്സ്, അതുപോലെ അച്ഛന്റെ മനസ്സും. ഇപ്പൊ തന്നെ VP അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നീയും കണ്ടതല്ലേ. എത്ര നാൾ കൂടിയാ അച്ഛനിങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നത്. ആ സന്തോഷം നിലനിർത്താൻ താൽക്കാലികമായിട്ടെങ്കിലും ഈ വീട് വരെ ഉപേക്ഷിക്കാൻ അച്ഛൻ തയ്യാറാവുന്നില്ലേ? എല്ലാം നിനക്ക് വേണ്ടിയാണ് അപ്പൂ. അതല്ല സത്യം. എല്ലാം അച്ഛന് വേണ്ടിയാ. അച്ഛന്റെ സന്തോഷവും സമാധാനവും സ്റ്റേറ്റസും സംരക്ഷിക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കിയാ അതല്ലേ അമ്മേ സത്യം. ആയിക്കോട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ അതിന് സമ്മതിക്കുന്നു. കള്ളം പറയാം, അഭിനയിക്കാം. ഇവിടം വിട്ട് ഏത് പാതാളത്തിൽ വേണമെങ്കിലും കൂടെ ചെല്ലാം. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കുന്ന സാഹചര്യം അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നേ പറ്റൂ. മനസ്സിന്റെ ഒരു കോണുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിക്കാത്ത വേഷം ഇത്. ഇതിട്ട് നിൽക്കുന്ന ഓരോ നിമിഷവും തിളച്ച എണ്ണ വീണതുപോലെ എന്റെ ശരീരവും മനസ്സും പൊള്ളിപ്പോവാമേ. ഇനി ഈ വേദന താങ്ങാൻ എനിക്ക് പറ്റില്ല. പ്ലീസ്.